എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നോമ്പ് വരാറായി. അപ്പം അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയായിരുന്നു കേട്ടോ. അപ്പം നോമ്പ് വരുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമതിപ്പം നല്ല ചൂട് സമയമാണ്, തണുപ്പൊക്കെ മാറിയല്ലേ. ഇപ്പം ഫെബ്രുവരി ആയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട്. ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും ഒരു പിടുത്തം ഇല്ല. കാരണം വീട്ടിലൊക്കെ നമ്മൾ വീടിനകത്തിരിക്കുന്നവരാണെങ്കിൽ പോലും എന്തോ ഒരു ഉഷ്ണമാണ്. അപ്പം ഞാൻ ആലോചിക്കും പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ കഷ്ടമാണല്ലോ, പ്രത്യേകിച്ച് ഈ നോമ്പൊക്കെ വരുന്ന സമയമൊക്കെ ആകുമ്പോഴേക്ക് ഇങ്ങനെയുള്ള ഒരു നോമ്പൊക്കെ പിടിച്ചിട്ടായിരിക്കുമല്ലോ ജോലിക്ക് ഒക്കെ ഇറങ്ങുന്നത്. അപ്പം ശരിക്ക് അങ്ങനെയുള്ളവരുടെ കാര്യമൊക്കെ വളരെ കഷ്ടം തന്നെയാണ് അല്ലേ. അപ്പം എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ സമയത്തൊന്നും പകലൊന്നും അങ്ങനെയൊന്നും ഇറങ്ങാനും പറ്റത്തില്ല. പിന്നെ കൂടുതൽ നമ്മൾ എന്താ പറയുക, ദീനീപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ സമയം കൂടുതൽ ചെലവഴിക്കാൻ പോകുന്നത്. അപ്പം അതിന് മുൻപ് ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പം എങ്കിൽ പിന്നെ ഇപ്പോൾ പോയിട്ട് അതെല്ലാം ഒന്ന് ചെയ്ത് തീർക്കാമെന്ന് കരുതിയാണ്. അതുപോലെ തന്നെ ഇപ്പം വീടൊക്കെ ആണെങ്കിലും ഈ നോമ്പ് സമയത്താണ് എല്ലാവരും നല്ല ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് അല്ലേ. ഇപ്പം ഞാനിങ്ങനെ ഒരറ്റത്തുനിന്ന് കുറേശ്ശെ ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. എല്ലാം കൂടിയിട്ട് നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. പിന്നെ എപ്പോഴും നമ്മൾ വീടൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് വെക്കുന്നത് കൊണ്ട് പിന്നെ അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നമ്മൾ പുറത്തിറങ്ങി, ഇപ്പം ഇന്ന് ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിസാറൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് പിന്നെ വേറെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ ആയി, എല്ലാം കൂടി ഒരുമിച്ച് നടക്കാത്തത് കൊണ്ടാണ് പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കലും ഒന്നും നടക്കാൻ പറ്റാത്തത്. നമ്മൾ ഇതുപോലെ വണ്ടിക്കകത്ത് ഇരിക്കുമ്പം ചൂടറിയുന്നില്ല കേട്ടാ. എൻ്റെ റബ്ബെ, പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ചൂടിൻ്റെ ഗാഢത അറിയുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് ഇറങ്ങുമ്പോഴേ. അപ്പം നിസാറൊക്കെ പറയുന്നുണ്ട് അവളുടെ ക്യാപ്പ് എന്തുകൊണ്ട് എടുക്കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നത്. നമ്മൾ ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഇറങ്ങുമ്പോഴേക്ക് ഓർക്കാത്തതാണ് കേട്ടാ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടെ വന്നപ്പോഴേക്ക് ഇതേ സനക്കുട്ടിക്ക് പ്രത്യേകം ഒരു ഇല അവരിട്ട് കേട്ടോ. അപ്പോൾ സനക്കുട്ടിക്ക് ഇങ്ങനെ ഇലയിട്ടിട്ട്, നമുക്ക് ഇലയിട്ട് സനക്കുട്ടിയുടെ മുൻപിലും അവർ ഇലയിട്ടപ്പോഴേക്ക് സനക്കുട്ടിക്ക് ഭയങ്കര അതിശയം കേട്ടാ. അവളെ പരിഗണിക്കുന്നല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഭാവമാണ്. നോക്കിക്ക് ആ മുഖത്തെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ശരിക്കും കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടാ. അപ്പം ഈ ഇങ്ങനെ സ്വന്തമായിട്ടൊക്കെ വെച്ച് ഇങ്ങനെ വിളമ്പിയൊക്കെ കൊടുക്കുന്ന കണ്ടപ്പോഴേക്കും അവൾ അതിശയിച്ച് നിൽക്കണം. അപ്പം ഞാൻ ഫാബിയോളുടെ അടുത്ത് പറഞ്ഞ് മോളിച്ചിരി ഒന്ന് വാരി കൊടുക്കാന്ന് പറഞ്ഞേ. അപ്പം അങ്ങനെ അവളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അവൾക്ക് ഇങ്ങനെ വാരി കഴിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കണ്ടിട്ട് കേട്ടോ. എല്ലാം ഭയങ്കര അതിശയത്തിലിരിക്കണേ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇലയിട്ട് ആഹാരം കഴിക്കുന്ന എന്ന് പറയുമ്പം അതും അവൾക്ക് ഒരു അതിശയം തന്നെയാണ്. അപ്പം ഇവിടെ നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിതാ ഫിഷ് ഫ്രൈയും ഊണും നല്ല അടിപൊളി ഊണ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ സനക്കുട്ടി തന്നെ വാരി കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ കഴിക്കട്ടെ എന്ന്. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ഇതാ കാറിലേക്ക് കയറി. കാറിൽ കയറുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടി കേട്ടോ. പിന്നെ എനിക്ക് നിസ്കാര കുപ്പായമൊക്കെ ഒന്ന് വാങ്ങിക്കണമായിരുന്നു. എൻ്റെ കയ്യിൽ നിസ്കാര കുപ്പായം ഉണ്ട്, പക്ഷെ എന്നാലും നോമ്പ് വരെയല്ലേ, എന്നാൽ പിന്നെ ഒരു വേറെ പുതിയത് നിസ്കാര കുപ്പായം വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇനി നോമ്പാവുമ്പോഴേക്ക് കുറച്ച് നിസ്കാര കുപ്പായമൊക്കെ വാങ്ങിയിട്ട് കുറച്ച് പേർക്കൊക്കെ കൊടുക്കണം എന്ന് മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എങ്കിൽ ഇവിടെ വന്ന് നോക്കാം നിസ്കാര കുപ്പായം. ഇപ്പം പിന്നെ നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന മാതിരിയല്ല നിസ്കാര കുപ്പായമൊക്കെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ടല്ലോ. എത്ര നിസ്കാര കുപ്പായം ഞാൻ വാങ്ങിയിട്ട് ഉണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിലും എനിക്ക് കംഫർട്ടായിട്ടുള്ള ഒരു നിസ്കാര കുപ്പായം ഉണ്ട് കേട്ടോ. ഞാനത് അബുദാബിയിലായിരുന്ന സമയത്ത് വാങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. പക്ഷെ ആ ഒരു ടൈപ്പ് ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല. തിരിച്ച് നമ്മൾ ഇടയ്ക്ക് അവിടെ പോയിരുന്നപ്പോൾ ഒക്കെ ഞാൻ നോക്കിയിട്ടും എനിക്ക് അങ്ങനത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് ഇതാ നോക്കുകയാണ്. ഇവിടെ ആകുമ്പം പിന്നെ നമ്മൾ പറയുന്ന മോഡലൊക്കെ ഉണ്ടല്ലോ. എനിക്ക് മോഡലും കാര്യമൊന്നും വേണ്ട, പക്ഷെ വൈറ്റ് എനിക്ക് വേണ്ട. വൈറ്റ് ആകുമ്പോഴേക്ക് പിന്നെ പെട്ടെന്ന് അത് കോട്ടൻ്റെത് മാത്രമേ ഉള്ളൂ. എനിക്ക് കോട്ടൻ്റെ പറ്റത്തില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറച്ച് ഈ റയോൺ പോലത്തതാണ് നോക്കുന്നത്. അപ്പം ഇതിൽ തന്നെയും വെറൈറ്റി, അതായത് മെറ്റീരിയലിൽ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. എങ്കിൽ ചോദിക്കും നിസ്കാര കുപ്പായത്തിന് ഇതൊക്കെ നോക്കണോന്നൊക്കെ ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ നിസ്കാര കുപ്പായം വൈറ്റ് തന്നെയാണ് കാണാൻ ഭംഗി കേട്ടാ. പക്ഷേ ഇപ്പൊ പിന്നെ വൈറ്റിൽ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വൈറ്റ് ഇല്ല, ഇതേ ഉള്ളൂന്ന്. പിന്നെ എനിക്ക് ഇതാ ഹിജാബ് നോക്കണമായിരുന്നു. അപ്പം ഞാൻ ഇതാ മോജയാണ് നോക്കി വന്നത്.
അപ്പം നിസാറയ്ക്ക് പറയണ്ട ഈ കളറൊക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാലും കുറച്ച് കളർ വേരിയേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ അതുമൊക്കെ സെലക്ട് ചെയ്ത് എടുത്തു. അതിനിടയ്ക്ക് സനക്കുട്ടിക്ക് ക്യാപ്പൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സമയം കൊണ്ട് എനിക്ക് വേണ്ട സാധനമൊക്കെ നോക്കുകയാണ്. കാരണം ഇങ്ങനെ ചൂടായതുകൊണ്ടാണ് ഞാൻ പിന്നെ 2 വീലറിൽ വരാതെ നിസാറയ്ക്കായും കൂട്ടി വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അതാ എല്ലാം വാങ്ങി കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. എല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഇതുപോലെയൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വാങ്ങിക്കാനുണ്ടെങ്കിൽ എല്ലാം കുറിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നീട് അതിനായിട്ട് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതേ സനക്കുട്ടി കൈ പിടിക്കാൻ സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. ഞാൻ പിടിക്കാൻ നോക്കുമ്പോഴേക്ക് പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇതാക്കണ്ട, കൈ ആട്ടി ആട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ ഇതുപോലെയൊക്കെ നടന്ന് മോടിയൊക്കെ ചെയ്യണത് കൊണ്ട് നമ്മളാരും മോളുടെ കയ്യെ പിടിക്കുന്നത് അവൾക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണേ ഞാൻ എൻ്റെ ഡ്രസ്സ് തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ കുറച്ച് ദിവസമായി. അപ്പം ഇതുവരെ വന്നതല്ലെങ്കിൽ പിന്നെ അതും കൂടി വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നിസാറയ്ക്കടുത്ത് പറഞ്ഞു ഞാൻ ജസ്റ്റ് അത് പെട്ടെന്ന് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം അതിനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അത് വാങ്ങി തിരിച്ചു വന്നു. ഇനി 1-2 കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയിൽ നിസാർക്കയുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി കണക്ക് കൂട്ടിയാണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയത് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചൂടത്ത് മോളെയും കൊണ്ട് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി കേട്ടോ. അത്ര നല്ല ചൂട്. നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമാണോ എന്തോ ഇത്രയും ചൂട്? നിങ്ങളുടെ ജില്ലകളിലൊക്കെ എങ്ങനെ ചൂടുണ്ടോ? നിങ്ങൾ ഏത് ജില്ലക്കാരാണ്? ഇത് കണ്ടോ, നമ്മളുടെ ഇവിടെ ആറ്റുകാൽ ഉത്സവത്തിന് മുന്നോടിയായിട്ട് മൺകലങ്ങൾ റോഡിൽ ഇപ്പോഴേ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ മൺകലങ്ങളും എല്ലാ കാര്യവും ഉണ്ട് കേട്ടോ. നടന്നു നോക്കാനാണെങ്കിൽ ഇഷ്ടംമാതിരി ഉണ്ടേ. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ നാളെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ കുറച്ചൊക്കെ വീട്ടിലിരിപ്പുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എടുക്കണം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് കയറിയതാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഒരു കണക്കുകൂട്ടലിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജോലി എളുപ്പമാക്കി തീർക്കാം. ഇതുപോലെ ഷോപ്പിംഗ് ആണെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്തും ഷോപ്പിംഗ് നടത്താം. അത്യാവശ്യം നമ്മൾ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഷോപ്പിംഗ് നടത്താം. നിങ്ങളൊക്കെ എങ്ങനെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഷോപ്പിംഗ് നടത്തുന്നവരാണോ അതേ റിലാക്സ് ചെയ്ത് നടത്തുന്നവരാണോ? എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 2 രീതിയിൽ ഞാൻ ചെയ്തെടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ഏത് കുക്കിംഗ് ആണെങ്കിലും ക്യാപ്സിക്കം ഞാൻ ഇല്ലെങ്കിൽ വീട്ടിൽ അത് എപ്പോഴും വാങ്ങി റെഡിയാക്കി വെക്കും കേട്ടോ. കാരണം എപ്പോഴാണ് ഞാൻ ഏത് റെസിപ്പി ട്രൈ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ എപ്പോഴും ഈ ക്യാപ്സിക്കൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ കൂടുതൽ നമുക്ക് ഇതൊന്നും വെച്ചിരിക്കാനും പറ്റത്തില്ല, കാരണം പെട്ടെന്ന് കേടായി പോകും. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെയാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ അതെല്ലാം വാങ്ങി എടുത്തിട്ട് വരേനെ കേട്ടോ. ഇപ്പം കാറായതുകൊണ്ട് പിന്നെ ബാഗൊന്നും എടുത്തിട്ടില്ല. പിന്നെ നോമ്പിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടതായിട്ട് തന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം പലരും പറയും നമുക്ക് നോമ്പാവുന്നെന്ന് പറയുമ്പോൾ പലരുടെയും ചിന്ത എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ആഹാരത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ കുക്ക് ചെയ്യാൻ സമയത്ത് വേണ്ട സാധനങ്ങളൊക്കെ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ നോമ്പിന് മുമ്പ് ഒരുക്കി വെക്കുമല്ലോ. അങ്ങനെയുള്ള പണികളാണ് എനിക്കിനിയുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പം വാങ്ങിയിട്ട് വന്നതാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ വീട്ടിൽ വന്ന ഉടൻ തന്നെ പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ കിച്ചണിലേക്ക് വന്നു. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. കാരണം ഇതൊക്കെ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. കണ്ടില്ലേ, ഇതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പൊളിച്ചൊക്കെ എടുക്കണ്ടേ. നമ്മൾ മടി വിചാരിച്ചിട്ട് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാം പെൻഡിങ് ആയി പോകും. അതിനേക്കാളും നമുക്ക് എന്തായാലും നമ്മൾ തന്നെ ഇത് ചെയ്യണം. അപ്പോൾ ചെയ്യേണ്ട ജോലികൾ അപ്പോഴേ നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത്രയും ജോലി ഭാരം കുറഞ്ഞിരിക്കുകയും ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ഒന്ന് വേവലാതിപ്പെടേണ്ട കാര്യവും ഇല്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. കണ്ടില്ലേ, വെളുത്തുള്ളി എല്ലാം ഞാനും മോളും കൂടി ഇരുന്ന് പൊളിച്ചെടുത്തു. വെളുത്തുള്ളിയും ഇഞ്ചിയും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇനിയൊന്ന് കഴുകിയെടുക്കണം. എപ്പോഴും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ ആ സമയത്ത് തന്നെയും ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണതും എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പലരും ചിലർ വന്ന് പലതും ഒക്കെ കമന്റ് ചെയ്യണത് തോന്നും അവർ നമ്മളുടെ ചാനലിനെ കുറിച്ച് കൂടുതൽ അറിയാത്തതാണ്. ശരിക്കും നമ്മളൊരു കമന്റ് എഴുതുന്നതിന് മുൻപ് തന്നെ നമ്മളത് ആ ചാനലിനെ കുറിച്ചൊന്ന് പഠിക്കണം.
ഇവർ ഇത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവരിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നോക്കി അപ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മളുടെ പഴയ വ്യൂവേഴ്സിന് അറിയാം നമ്മൾ എന്തൊക്കെ റെസിപ്പികൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നമ്മളുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. നിങ്ങളുടെ അതിന്റെ പഴയ ഇപ്പൊ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് തന്നെ 10-11 വർഷത്തിൽ കൂടുതലായി. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതാ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പുതിയ വ്യൂവേഴ്സൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് എഴുതിയിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്കിനി സാധാരണ ഞാൻ പ്രോസസ്സറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പൊ പ്രോസസ്സർ ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇഞ്ചിയൊക്കെ വലിയ പീസല്ലേ, അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബ്ലേഡ് ഒടിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. അപ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ ബ്ലേഡിന് ഒരു കേടുപാടും ഉണ്ടാവാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഒരുപാടൊന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ധൃതി കൂട്ടി കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ തോല് കളഞ്ഞൊക്കെ എടുക്കണ്ടേ. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് ഇത് അടിച്ചെടുക്കരുതേ. ഇതിപ്പോൾ വെള്ളം ചേർത്തെന്ന് വെച്ചാൽ ഇതൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കണ്ടോ? അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ഞാനിപ്പം ഇതിൽ എണ്ണയോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. അല്ലാതെ തന്നെയാണ് ഇത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. റെഡിയായി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടും. പിന്നെ നമുക്ക് ചില ഐറ്റംസിനൊക്കെ നമ്മൾ ചതച്ചിട്ടൊക്കെ എടുക്കുന്ന അതൊക്കെ നമുക്ക് വളരെ റെയറായിട്ടല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെയുള്ളതിനൊക്കെ ഞാൻ അപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും എൻ്റെ കുക്കിംഗ് രീതികൾ എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റ റീലിലാണെങ്കിലും ഷോർട്ടിലാണെങ്കിലും ഒക്കെ ട്രെൻഡിങ് റെസിപ്പീസ് ഒക്കെ കാണിക്കാറുണ്ട്. പിന്നെ ഇതേ റെസിപ്പി തന്നെ ഇപ്പോഴാണ് ഇതൊക്കെ ട്രെൻഡിങ്, മനസ്സിലായില്ലേ? ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കാണിച്ച റെസിപ്പികൾ ഇപ്പോൾ ട്രെൻഡിങ് ആയത് തന്നെ ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡൽഗോണ കോഫി ഇല്ലേ, അതൊക്കെ ഇപ്പം നല്ല ട്രെൻഡിങ്ങിലൊക്കെ നിൽക്കുന്നതാണ്. അപ്പം മാക്സിമം ട്രെൻഡിങ് റെസിപ്പീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം നമ്മളുടെ വ്യൂവേഴ്സിനും അത് ഉപകാരപ്പെടട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് ആക്കിയത് ഇതുപോലെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്ലേറ്റിലേക്ക് മാറ്റി, സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കും ഫുള്ളായിട്ട്. ഇതിപ്പോൾ കുറേ ദിവസത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് പണ്ട് ഞാനെങ്ങനെ വെച്ചാൽ ഐസ് ട്രേ ഇല്ലേ, അതിലേക്ക് ആക്കി വെക്കുകയാണ് ചെയ്യണത്. പക്ഷെ അതിനേക്കാളും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ താഴെയില്ലേ ഫ്രിഡ്ജിലേക്കും ഇതിൻ്റെ ആ ഒരു മണം വരും. നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാലൊക്കെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ മണം വരും. അങ്ങനെ മണം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത ശേഷം വേണം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോഴേക്ക് അങ്ങനെ പുറത്തേക്കൊന്നും മണം വരത്തില്ല കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അല്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങളിപ്പം ഫ്രീസറിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ, ഫ്രീസറിൽ മാത്രമല്ല താഴെ ഫ്രിഡ്ജിലേക്കും ആ ഒരു മണം സ്പ്രെഡ് ആവും കേട്ടോ. അപ്പം എന്താ ഇതുപോലെ ഒന്ന് ക്ലിംഗ് റാപ്പ് വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് ഇത് സെറ്റ് ആവാൻ ഫ്രീസറിലേക്ക് വെക്കും. പിന്നെ സെറ്റായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് സിപ്ലോ കവറിലൊക്കെ ആക്കി വെക്കുന്നതെന്നുള്ളത്. അപ്പം ഇനി ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ട് വരണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയമാണ് ഇതുപോലെ രാവിലെയുള്ള ടൈം എന്ന് പറയുന്നത്. നമ്മളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എപ്പോഴും പറയും നമുക്കായിട്ട് കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണം. അത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സമയമാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഈ ചായ കുടിച്ചിരിക്കുന്ന സമയമായിരിക്കും ഇതുപോലെ റിലാക്സ് ചെയ്തിരിക്കുന്നത്. ശരിക്ക് അത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല ഒരു ഉന്മേഷം തരുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പം ഞാനിതൊക്കെ കഴിഞ്ഞ ശേഷം കിച്ചണിലേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. അപ്പം ഞാൻ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഡിസാനോയുടെ പെന്നെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല പാസ്തയാണ് കേട്ടോ.
അപ്പം ഇവരുടെ തന്നെ നമ്മൾക്ക് എൽബോ പാസ്റ്റ ഉണ്ട്, പലതരം പാസ്റ്റ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇന്നിപ്പം ഈ പെന്നെ പാസ്റ്റയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിപ്പം ഇതാ ഞാൻ ആവശ്യത്തിലുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് 1 കിലോയുടെ പാക്കറ്റാണേ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ പാസ്തയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നല്ല ബ്രാൻഡൊക്കെ ആണെങ്കിൽ അതായത് നല്ല ക്വാളിറ്റി പാസ്ത ആയിരിക്കേ. അപ്പോൾ അത് അവിടെ വേഗം വെച്ച നേരത്ത് ഞാൻ തൊട്ടടുത്തൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതാ നമ്മളുടെ ചിക്കൻ പാറ്റീസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പം ഇത് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടെടുക്കും. അപ്പം ഇത് എണ്ണ കൂടുതലൊന്നും അല്ല, ഈ എണ്ണ ഇനി നമ്മൾ എടുക്കും. അതിന് കണക്കാക്കിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അല്ലാതെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത്രയും എണ്ണ ഒഴിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പം എനിക്കിപ്പം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പം തിരിച്ച് മറിച്ച് വിട്ട് ഇതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റണം കേട്ടോ. അപ്പം ഞാൻ വെറൈറ്റി ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഈ പാറ്റീസൊക്കെ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതാ ഓയിലുണ്ടോ ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് കണക്കാക്കിയാണ് ഞാൻ എടുത്തതെന്നുള്ളത്. അപ്പം നമ്മളുടെ പാസ്ത വെന്ത് വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല, എന്നാൽ വേഗാതെയും ഇരിക്കരുത്. അപ്പം ഇതിപ്പം കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പൊ പാസ്ത നമ്മൾ ഇതുവരെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം, കാരണം അതിൽ സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പം ആ സ്റ്റാർച്ച് പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രമേ ആ സ്റ്റാർച്ച് പോയി കിട്ടത്തുള്ളൂ. നമ്മൾ ഈ റൈസൊക്കെ വേവിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്ത്, കുട്ടികൾക്കൊക്കെ ആയിരിക്കും പാസ്ത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ശരിയല്ലേ? അപ്പം ഞാനത് കഴുകിയിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണേ. അപ്പം ഞാൻ ഇനിയിപ്പം അടുത്ത് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് വളരെ പെട്ടെന്ന് രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതേ പാനിൽ തന്നെ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത ഓയിലില്ലേ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. കണ്ട വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് കിട്ടാനാണ്, ആ ഫ്ലേവർ കിട്ടാനാണ് ആ ഓയിൽ തന്നെ എടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 7-8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ നല്ല ഒരു മൂത്ത മണം വരുമല്ലോ. ആ സമയത്ത് ഞാനിവിടെ ഒരു ക്യാരറ്റും ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാകുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. തോരൻ അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കരുത്, എങ്കിൽ അത്ര ഒരു കാഴ്ചയ്ക്കും ഒരു രസം ഉണ്ടാവില്ല, കഴിക്കാനും ഒരു സുഖം ഉണ്ടാകത്തില്ല. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് മാത്രമേ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മൂടി മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇവിടെ ഞാൻ പാസ്തയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി കേട്ടോ. പിന്നെ നമുക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എല്ലാം ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പാഴ്സ്ലി ലീഫ് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ മിൻറ്റ് ലീഫ് 1 ടീസ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളെപ്പോഴും ഇതുപോലെയൊക്കെ ഉള്ള, അതായത് ഒറിഗാനോയും മിൻറ്റ് ലീഫും പാഴ്സ്ലിയൊക്കെ ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് നോക്കി നിങ്ങൾ എപ്പോഴും വാങ്ങിക്കണം. കുറച്ചധികം ഡേറ്റ് ഉള്ളതേ വാങ്ങിക്കാവൂ, നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുമേ. പിന്നെ ഞാനിവിടെ 2 ടൊമാറ്റോ അടിച്ചതാണ്, വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ടൊമാറ്റോ സോസില്ലേ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിനൊന്നും പ്രത്യേകിച്ചൊരു അളവും കണക്കൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ റെഡും ഗ്രീനും ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്നും ഒരുപാട് അങ്ങ് കുക്കാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഞാനിവിടെ 1/2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മീൻസ് ഒരു 3 ടേബിൾ സ്പൂണ്. പിന്നെ 1 കപ്പ് പാലും കൂടി, മൈദാമാവും ഇട്ട് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ട ഒന്നും ചെയ്യത്തില്ല, നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് വെളിയിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി നമുക്ക് ഞാൻ 1 കപ്പോളം വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. മൈദാമാവ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല കുറുക്കം ഉണ്ടായിരിക്കും.
അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് വീണ്ടും നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എരിവൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇതാവുമ്പോൾ നല്ലൊരു കളറും കിട്ടും. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് ചീസ് കേട്ടോ. അപ്പം 2 ചീസ് സ്ലൈസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചീസ് മസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ പാസ്ത വേവിക്കുമ്പം കുറച്ചധികം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കുറച്ചധികം പാസ്ത വേവിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ളത് നമ്മളിപ്പോൾ എടുക്കാം. ബാക്കിയത് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് അത് എടുത്താൽ മതി കേട്ടോ. ഒരുപാട് നാൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചെടുക്കണ്ട, ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പം നമ്മളുടെ കറക്റ്റ് പരുവം വന്നിട്ടുണ്ട്. നമ്മളുടെ പെന്നെ പാസ്ത, ചീസ് പെന്നെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ പാറ്റീസ് റെഡിയാക്കിയല്ലോ, അപ്പോൾ പാറ്റീസ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ടും സെർവ് ചെയ്യാൻ, ഈ ഒരു രീതിയിൽ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അത് അവർ വേണമെങ്കിൽ പാറ്റീസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കട്ടെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളുടെ യുക്തിക്കനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു നോക്കേ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് വന്നു. കാരണം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ കാശ്മീരി ചില്ലി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഈ നോമ്പിന് മുമ്പ് എല്ലാ ജോലിയും ഒന്ന് ഒതുക്കി തീർക്കണം എന്ന്. അപ്പം മുളക് പൊടിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം മുളക്, മല്ലി, മഞ്ഞപ്പൊടി ഇതൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ. അപ്പം എന്താ അതൊന്ന് കഴുകിയെടുക്കണം. ശരിക്കും മുളക് കഴുകുമ്പോഴാണ് അതിൽ അഴുക്ക് ഇത്രത്തോളം ഉണ്ടോയെന്ന് നമുക്ക് മനസ്സിലാവണത് കേട്ടോ. അപ്പം ഞാൻ എന്താ ഒരു വട്ടിയിലേക്കൊന്ന് കഴുകി മാറ്റുകയാണ്. ഒരു 3-4 വെള്ളത്തിലെങ്കിലും ഞാൻ കഴുകിയെടുക്കും കേട്ടോ. ഇതിൽ ഇടയിൽ എരിവുള്ള മുളകും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എൻ്റെ കൈയൊക്കെ ഇങ്ങനെ മുളകിൻ്റെ എരിവ് കൊണ്ടിട്ട് നമുക്കൊരു ഇത് വരത്തില്ലേ, എരിവ് ഇങ്ങനെ വന്നിട്ട് കൈ ചൊറിയുന്നൊരവസ്ഥയില്ലേ, അതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ അവർ ഇടയ്ക്കൊക്കെ എരിവ് ഉള്ള മുളകും ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഫുള്ള് കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒട്ടും എരിവുണ്ടാകത്തില്ല കേട്ടോ. എന്തായാലും സംഭവം ഇതാണ്. ഇപ്പോൾ ഞാൻ 1 കിലോ വാങ്ങിച്ചത് 632 രൂപ 54 പൈസയാണ് കേട്ടോ. ഭയങ്കര വിലയാണെന്നേ ഈ കാശ്മീരി ചില്ലിക്ക്. അപ്പോൾ പലരും ചോദിക്കും എന്ത് വ്യത്യാസം എന്ന്. പിരിയൻ മുളക് വേറെയാണ്, നമ്മൾ എരിവുള്ള മുളക് വേറെയാണ്, കാശ്മീരി ചില്ലി വേറെയാണ്. കാശ്മീരി ചില്ലിയിൽ ഒട്ടും എരിവുണ്ടാകത്തില്ല. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്തെന്നാൽ കാശ്മീരി ചില്ലിയിൽ പിരിയൻ മുളകൊക്കെ ആൾക്കാർ മിക്സ് ചെയ്തൊക്കെ ഇട്ടേക്കും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. അപ്പം നമ്മൾ നോക്കി വാങ്ങിക്കണം. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് നല്ല കംഫർട്ട് ആയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത്. 1-2 എരിവുള്ള അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അതിപ്പം കുഴപ്പമില്ല. അപ്പം അത് കഴുകി ഞാൻ ഉണക്കാനായിട്ട് ഇട്ടിട്ട് അടുത്ത പാക്കറ്റും പൊട്ടിച്ചിട്ട് കഴുകി എടുക്കണം. മുളകൊക്കെ ഉണങ്ങി കിട്ടിയാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മനസമാധാനമാണ് കേട്ടോ. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കുറേ വാങ്ങിയിട്ട് 5 കിലോയൊക്കെ വാങ്ങിയിട്ട് കഴുകി ഉണക്കി പൊടിച്ച് വെക്കുമായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി മുളകിൻ്റെ കളറ് ചേഞ്ച് ആവും. പിന്നെ ആ മുളകിന് വേറൊരു മണമാണ് വരുന്നത്. അപ്പം പിന്നെ ഞാൻ അങ്ങനെ നിർത്തി. ഞാൻ 2 കിലോ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് പൊടിച്ച് റെഡിയാക്കി വെക്കാറുള്ളൂ. ചിലപ്പോൾ 1.5 കിലോ ആയിരിക്കും. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഒരു മെനക്കേട്ട് നമ്മളിതാ ഇതുപോലെ കഴുകി ഉണക്കാനായിട്ട് ഇടണം. അതൊരു ജോലി തന്നെയാണ്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെ മുളകും മല്ലിയും എല്ലാം ഉണക്കിയും പൊടിച്ചും ഒക്കെ വച്ചോ? എല്ലാം നോമ്പിന് മുന്നോടിയായിട്ടെല്ലാം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? നിങ്ങളുടെ കാര്യങ്ങൾ കൂടിയൊക്കെ പറയട്ടെ എങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ പിന്നെ വല പിടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പരുന്തൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോകും. കാക്കേക്കാളേറെ ഇവിടെ ഉള്ളത് പരുന്താണ്, ഉയരത്തി ഇരിക്കുകയില്ലേ. ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ താഴെ പോട്ടെ, കുറേ അധികം പണികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.